കൃഷ്ണ നാരായണീയം ദശകം 5 ശ്ലോകം 7. ഭൂമന്മാനസ ബുദ്ധ്യഹങ്കൃതിമിള ചിത്യാഖ്യവൃത്യന്വിതം തച്ഛാന്തകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജ ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്തോദ്ബലാത്. അല്ലയോ സർവശക്തനായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ബലം ഹേതുവായിട്ട് തന്നെ വൈകാരികം എന്ന സത്വാംശം മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ 4 വൃത്തികളോട് കൂടിയ അന്ധക്കരണത്തെ സൃഷ്ടിച്ചു. രണ്ടാമത്തേതായ തൈജസാംശത്തിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും 5 കർമ്മേന്ദ്രിയങ്ങളുടെയും സമൂഹം ജാതമായി. അങ്ങയുടെ പ്രേരണ നിമിത്തം തന്നെ മൂന്നാമത്തേതായ താമസാംശത്തിൽ നിന്ന് ആകാശത്തിന്റെ തന്മാത്രയായ ശബ്ദം ജനിച്ചു. സത്വാംശമായ വൈകാരികത്തിൽ നിന്നു തന്നെയാണ് 4 അന്ധക്കരണങ്ങളും സംജാതമായത്. ദശേന്ദ്രിയങ്ങൾ രജോ ഗുണ പ്രധാനമായ തൈജസാംശത്തിൽ നിന്നും ആകാശത്തിന്റെ സൂക്ഷ്മാംശമായ ശബ്ദം എന്ന തന്മാത്രം താമസാംശത്തിൽ നിന്നും ഉണ്ടായി. ആദ്യമുണ്ടായ തന്മാത്ര ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മവുമാണ് ശബ്ദം. സാത്വിക, രാജസിക, താമസിക അഹങ്കാരത്തിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.